പവർ ടീമിൽ നിന്നും ഗബ്രിയെയും ഋഷിയെയും മാറ്റിയിട്ട് പകരം നന്ദിനെയും സായി ആക്കിയപ്പോൾ നമ്മൾ ഓർത്ത് ഇവർ രണ്ടും കൂടി അടിയിട്ടുപനും മാറ്റിയതായിരിക്കും. അങ്ങനെയല്ലായിരുന്നു. ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ക്യാപ്റ്റൻസി കൈമാറണം. ശ്രീതു റസ്മിന് ക്യാപ്റ്റൻസി കൈമാറി. അതിനുശേഷം പറഞ്ഞു സേഫ് ഗെയിം കളിക്കുന്നവരും ഒതുങ്ങിക്കൂടിയല്ലാതെ ഇരിക്കുന്നവരും അല്ല, ആക്റ്റീവായിട്ടുള്ളവരല്ല പവർ ടീം ഇരിക്കേണ്ടത്. പുതിയതായിട്ട് പവർ ടീമിൽ ചേരണം താല്പര്യമുള്ളവർ എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ അവിടെ 4-5 പേര് എഴുന്നേറ്റു. അതിനുശേഷം പറഞ്ഞു ഇതിൽ നിന്ന് 2 പേര്, ഈ നിലവിലുള്ള പവർ ടീമിൽ നിന്ന് 2 പേര് മാറണമെന്ന് പറഞ്ഞു. അപ്പൊ അവര് ചർച്ച ചെയ്ത് മാറ്റാമെന്ന് പറഞ്ഞു. ചർച്ച ചെയ്തപ്പോൾ സ്വയം മാറിയതാണ്. ഗബ്രിയും ഋഷിയും സ്വയം മാറിയതാണ്. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം ചർച്ച ചെയ്തായിരുന്നു. ശശി ഇവര് പറഞ്ഞു ഞങ്ങൾ മാറിക്കോളാം. ഗബ്രി ഒരു വാക്ക് പറഞ്ഞു എനിക്ക് വീണ്ടും വരാമല്ലോ, എനിക്ക് ആ നല്ല വിശ്വാസമുണ്ട് പവർ ടീം, എനിക്ക് വീണ്ടും കയറാം, വേറെ ആരെങ്കിലും കയറിക്കോട്ടെ, ഇപ്പൊ നല്ല വിശ്വാസം ഉണ്ടെന്നൊരു വാക്കും ഗബ്രി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ടറിയാൻ. കാര്യം ഇപ്രാവശ്യത്തെ നോമിനേഷനിലും വരുന്നുണ്ട് ഗബ്രി. പിന്നീട് അവിടെ ചർച്ചകളായി ഇതിനകത്ത് അഥവാ ജിൻഡോയെ കയറ്റണോ, ജിൻഡോയെ കയറ്റിയാൽ ശരിയാകത്തില്ല. ഇപ്പൊ 50 ദിവസമേ ആയില്ലേ, പവർ ടീമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവൻ ഏത് രീതിയാ തിരിയുന്നതെന്ന് ഇനി അറിയാൻ പറ്റത്തില്ല. അപ്പൊ സായി എവിടെ പറയുന്നു നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. സായി മാറി മറിഞ്ഞിരുന്ന ഓരോരുത്തരുടെയും കുറ്റം പറയുന്ന കൂട്ടത്തിലാണ്. ജിൻഡോയെ കണ്ടു കഴിയുമ്പോൾ ജിൻഡോയോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിച്ച കാര്യങ്ങൾ പറയും, അങ്ങോട്ട് മാറി അല്ലാതും പറയും. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന സായും സിജോയും കൂടാണ്. അതുപോലെ വോട്ടിങ്ങിലൂടാണെന്ന് വരെ ഒരു കാരണവശാലും ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യാൻ നമ്മൾ നോക്കരുത്. അതുപോലെ ജാസ്മിനെ കയറ്റിവിടാൻ നോക്കല്. ജാസ്മിനെ കയറ്റിവിട്ടാൽ ഗബ്രി ഇവർ രണ്ടും ഒന്നാകും. അതുകൊണ്ട് നമുക്ക് ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സിജോ പറയുന്നു അഥവാ അവര് വരുവാണെങ്കിൽ ഞാൻ അങ്ങ് മാറാം, നിങ്ങളുടെ പേര് വന്നോട്ടെ, ഞാൻ ഒഴിഞ്ഞു തരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഭയങ്കര ചർച്ചകളാണ്. അതിനിടയ്ക്കും ഗബ്രിയോട് വന്ന് അപ്സര ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാ മാറിയെന്നൊക്കെ. ഇങ്ങനെ ചർച്ചകളൊക്കെയാണ് അവിടെ നടക്കുന്നത്.